ഒരു ഒറ്റ വർഷം കേട്ടോ, ഒറ്റ വർഷത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഒറ്റ വർഷത്തിൽ തന്നെ നിയർലി ഒരു 12ഓളം ഫസ്റ്റ് റാങ്ക് കേട്ടോ, 12ഓളം ഫസ്റ്റ് റാങ്ക്. അതുകൂടാതെ 1000-ലധികം കേട്ടോ, 1000-ലധികം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. സിലബസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇനി എക്സാമിനേഷൻ എപ്പോഴും ഉണ്ടാവും. നമ്മൾ സിലബസ് പറയുന്നത് എപ്പോഴും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണല്ലോ അല്ലെ. അപ്പൊ ഈ എക്സാമിനേഷൻ എപ്പോൾ ഉണ്ടാകുമെന്ന് സാധാരണ ഒരു സംശയം തോന്നാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സസ്, വളരെ ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതുപോലെ ഒന്നും അല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പോയിന്റ് വൈസ് ആണ് നമ്മൾ പഠിച്ചു പോവുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ ഉണ്ടാവും. അതുകൂടാതെ പ്രിവെൻഷൻ കേട്ടോ, പ്രിവെൻഷൻ, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. മിനിമം 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ ആണ്. ഇമ്മ്യൂണൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എങ്കിൽ കേട്ടോ, പാരാമെഡിക്കൽ കൗൺസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എത്രയും വേഗം നിങ്ങൾ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. സോ നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ സിലബസ് ആണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും പൂർണ്ണമായിട്ട് കേൾക്കുക, കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക. കാരണം ഇതിലെ സിലബസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെ നമുക്ക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് സിലബസ് മാത്രമല്ല. കാരണം സിലബസ് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ PSCയുടെ സൈറ്റിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് സിലബസ് കിട്ടും. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സിലബസ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാൻ സമയമില്ല എങ്കിൽ ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സേവ് ഫോർ ലേറ്റർ ഇട്ട് വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് പൂർണ്ണമായിട്ട് കേൾക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനി സാധാരണ നമ്മൾ ഈ സിലബസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തേക്ക് യൂഷ്വലി നമ്മുടെ കുട്ടികൾക്കൊക്കെ സാധാരണ മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയമാണ്, സിലബസ് ഒക്കെ പറഞ്ഞു, അപ്പോൾ ഇനി എക്സാമിനേഷൻ എപ്പോഴും ഉണ്ടാവും. നമ്മൾ സിലബസ് പറയുന്നത് എപ്പോഴും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണല്ലോ അല്ലെ. അപ്പൊ ഈ എക്സാമിനേഷൻ എപ്പോൾ ഉണ്ടാകുമെന്ന് സാധാരണ ഒരു സംശയം തോന്നാം. സോ ഈ എക്സാമിനേഷന്റെ കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്യും കേട്ടോ. അത് നമ്മുടെ വീഡിയോ, നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ JHA അല്ലെ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ സിലബസ് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ നമ്മളെ PSCയുടെ എക്സാമിനേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എക്സാം ആയിരിക്കും. ഒരു രീതിയിൽ പറഞ്ഞാൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു എക്സാം കൂടി ആയിരിക്കും. സോ എപ്പോഴും നമുക്ക് എക്സാം എത്രത്തോളം ടഫ് ആവുന്നോ അത്രത്തോളം പഠിച്ച കുട്ടികൾക്ക് അത് നല്ലതാണ് അല്ലെ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എക്സാം വളരെ ഈസി ആയിട്ടാണ് നടന്നു പോവുക അല്ലെ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ ഈ പറഞ്ഞ JHA അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഒക്കെ പാസ്സായ ആർക്ക് വേണമെങ്കിലും പോയി എഴുതി കഴിഞ്ഞാൽ എക്സാം ക്ലിയർ ആകാം. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടി, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ പറയുന്ന ഈ ഒരു സ്വപ്നം അല്ലെ, JHA ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു സ്വപ്നം നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും ഒക്കെ തോന്നാം, ഞാൻ പഠിച്ചാൽ കിട്ടുമോ, ഞാൻ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ഒന്നും അല്ലായിരുന്നു ഈ കോഴ്സ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല, അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ PSCയുടെ ജോലി കിട്ടൂ, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടി പഠിക്കുകയാണെങ്കിൽ, നിർബന്ധമായിട്ടും അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാമിനേഷന്റെ സിലബസ് അറിഞ്ഞ് എക്സാമിനേഷന്റെ പാറ്റേൺ ഒക്കെ അറിഞ്ഞ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ്, ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്, 100% നമുക്ക് എക്സാം പാസ് ആകാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. അതായത് ആർക്കൊക്കെയാണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് എക്സാം എഴുതാൻ എലിജിബിൾ എന്നുള്ളതാണ്. അത് നമ്മൾ ബേസിക്കലി 3 കാര്യങ്ങളാണ് ഈ ഒരു ക്വാളിഫിക്കേഷനിൽ പറയുക. ഒന്ന് ജനറൽ ക്വാളിഫിക്കേഷൻ അല്ലെ. ജനറൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ +2 സയൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് അല്ലെ, അല്ലെങ്കിൽ +2 സയൻസ് പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ തത്തുല്യം ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് അല്ലെ. നമ്മുടെ ഈ JHA ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്താണ് നോക്കിയാൽ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കേട്ടോ. ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ആരാണ്? നമ്മുടെ DHS ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കണ്ടക്ട് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാസ്സായിരിക്കണം. അതല്ല എങ്കിൽ ഇത് പറഞ്ഞ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് വേറെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനം, അതായത് നമ്മുടെ കേരള സർക്കാർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള വേറെ ഏത് സ്ഥാപനത്തിൽ നിന്നും നമ്മൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. പിന്നെ മൂന്നാമതായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടാകണം അല്ലെ. അതായത് നമുക്ക് പാരാമെഡിക്കൽ കൗൺസിൽ കേട്ടോ, കേരള പാരാമെഡിക്കൽ കൗൺസിലുമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടാകണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുക. അപ്പം യൂഷ്വലി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇൻ കേസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ജനറൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സാം ഒക്കെ പാസ്സായി കഴിഞ്ഞു. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എങ്കിൽ കേട്ടോ, പാരാമെഡിക്കൽ കൗൺസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എത്രയും വേഗം നിങ്ങൾ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക. സോ ദാറ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്ട്രൈറ്റ് അവേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം പോരാ, എല്ലാ പ്രൊഫൈലും നമ്മുടെ PSC പ്രൊഫൈൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ.
ഇത് നോക്കി നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, അതായത് സിലബസ് എന്താണ് നമ്മുടെ ഈ JHI അല്ലെ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിന്റെ സിലബസ് എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സിലബസ് അറിയുക, എക്സാമിനേഷന്റെ പാറ്റേൺ അറിയുക, സാധാരണ കുറെ ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ, അപ്പൊ അത് ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നന്നായിട്ട് വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. കൂടാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് റിവൈസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല റാങ്ക് ലഭിക്കാനായിട്ട് കഴിയും. കാരണം എന്താണ്, കാരണം ഇതൊരു നമ്മുടെ നെഗറ്റീവ് മാർക്ക് ഉള്ള ഒരു എക്സാം ആണ് അല്ലെ. അപ്പൊ നോക്കിയാൽ അതിനെ കുറിച്ചൊക്കെ ഞാൻ വരുന്ന സ്ലൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ. അപ്പൊ നോക്കിയാൽ ടോട്ടൽ മാർക്ക് ഫോർ ദിസ് എക്സാം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 മാർക്കിന്റെ ചോദ്യ പേപ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ. അതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 100 മാർക്ക് നമുക്ക് 90 മിനിറ്റ് അല്ലെ, അതായത് 1.5 മണിക്കൂറാണ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ലഭിക്കുക. ഓക്കെ, അതിന്റെ സിലബസ് നോക്കിയാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി ഫിസിയോളജി നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുന്നേ കഴിഞ്ഞ അതായത് 2024 കഴിഞ്ഞ അല്ലെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം വളരെ സ്പെസിഫിക് ആയിട്ട് അല്ലെ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ അനാട്ടമി ഫിസിയോളജിയിൽ നിന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നുള്ളത്. കാരണം നമുക്ക് അറിയാം ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ആ ക്വസ്റ്റ്യൻസിന് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ, പഠിക്കാൻ, അറിയാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി ഫിസിയോളജി എത്രയാണ്, 10 മാർക്കിനാണ് കേട്ടോ. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ നോക്കിയേ ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ഫാർമക്കോളജി, ബേസിക് മൈക്രോബയോളജി അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ഫാർമക്കോളജി, ബേസിക് മൈക്രോബയോളജി, ഇതാണ് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഏരിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഒക്കെ നമുക്ക് എഴുതാനായിട്ട് കഴിയും കേട്ടോ, കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് കഴിയും. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ്, ബേസിക് മെഡിസിൻ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, റീഹാബിലിറ്റേഷൻ, ഡിസബിലിറ്റി മാനേജ്മെന്റ്, ഇതിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പിന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, നാഷണൽ ഹെൽത്ത് പോളിസീസ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ PSC പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ അതിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കും. പിന്നെ നോക്കിയാൽ അഞ്ചാമത്തെ മൊഡ്യൂളായിട്ട് പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ കേട്ടോ. പബ്ലിക് ഹെൽത്ത്, പ്രൈമറി ഹെൽത്ത് കെയർ, അതുകൂടാതെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, റെക്കോർഡ്സ്, റിപ്പോർട്ട്സ്, പിന്നെ ഫാമിലി വെൽഫെയർ, ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ കേട്ടോ. ഈ ഏരിയാസിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ സബ്ജക്ട്സിൽ നിന്നൊക്കെ 10 മാർക്കിനുള്ള കേട്ടോ, 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കും. ഇനി നോക്കിയാൽ നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ കേട്ടോ, നമ്മുടെ മൊഡ്യൂൾ 6 നോക്കുകയാണെങ്കിൽ നമുക്ക് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ എൻവയോൺമെന്റൽ സാനിറ്റേഷനിൽ നിന്ന് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ അറിയാം. പിന്നെ നോക്കി 7ാമത്തെ മൊഡ്യൂളിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതും ഈ പറയുന്ന പോലെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്നുണ്ടാകും. പിന്നെ നോക്കി ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത് ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പിന്നെ പ്രൊജക്ട് പ്രിപ്പറേഷൻ കേട്ടോ. ഈ ഏരിയാസിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നോക്കിയാൽ ബിഹേവിയറൽ സയൻസസ്, അതായത് സോഷ്യോളജി, സൈക്കോളജി, മെന്റൽ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കേട്ടോ. ഞാൻ എപ്പോഴും പറയും മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. പഠിക്കാൻ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസിയാണ്, പഠിക്കാനും അത്ര ഒരു ഈസി അല്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് ആ പോയിന്റ്സ് ഏരിയാസ് ഒക്കെ നമ്മൾ അറിഞ്ഞു പഠിക്കാൻ നമുക്ക് ഈ 10ല് അറ്റ്ലീസ്റ്റ് ഒരു 9 മാർക്കെങ്കിലും നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ ബിഹേവിയറൽ സയൻസസ്, സോഷ്യോളജി, സൈക്കോളജി, മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. 10 മാർക്കിൽ ഞാൻ പറഞ്ഞല്ലോ 9 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. പിന്നെ നോക്കിയാൽ മൊഡ്യൂൾ 10ല് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, മിനിമം ഒരു ക്വസ്റ്റ്യൻ ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ്. പിന്നെ പാലിയേറ്റീവ് കെയർ, ജിറിയാട്രിക് ഹെൽത്ത്, ഇവിടെ നിന്ന് ഈ ഏരിയാസിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പൊ ഞാൻ 1 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ, അല്ല ഈ 100 മാർക്കിൽ 1 മാർക്ക് എന്ന് പറഞ്ഞാൽ 1% ആവുന്നുള്ളൂ, അതെന്താണെന്നൊക്കെ ഓർക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം അവിടെ ഓരോ 0.33 മാർക്ക് വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതനുസരിച്ചിട്ട് ഒരുപാട് റാങ്ക് മാറി പോകാം അല്ലെ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് പിന്നിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ കിട്ടുന്ന ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടന്റ് ഉള്ള ഏരിയാസ് എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഈ സിലബസ് കൃത്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അതുകൂടാതെ ഈ ഏരിയാസ് വളരെയധികം ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ഏരിയാസ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി ഫിസിയോളജി, പിന്നെ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സിസ്റ്റംസ്, ഓർഗൻ ഫംഗ്ഷൻസ്, അനാട്ടമിക്കൽ ടെർമിനോളജി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഏരിയാസ് ആണ്. പിന്നെ ഡിസീസസ്, അതിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതുകൂടാതെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എക്സാമിന്റെ അതായത് 2024 കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഡാഷ് ഡയറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഡാഷ് ഡയറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ
പ്രിവെൻഷൻ കേട്ടോ, അത് ഈ പറയുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നതാണ്. ഡാഷ് ഡയറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ്. അതിൽ നോക്കിയാൽ ഡൈനാമിക്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ, അതുകൂടാതെ പ്രിവെൻഷൻ കേട്ടോ, പ്രിവെൻഷൻ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. മിനിമം 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ ആണ്. ഇമ്മ്യൂണൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കോൾഡ് ചെയിൻ സിസ്റ്റം, കൂടാതെ സ്പെസിഫിക് കൺട്രോൾസ് ഫോർ ഡിസീസ് ലൈക്ക് മലേറിയ, ട്യൂബർകുലോസിസ്, ഡെങ്കു കേട്ടോ. ഈ അതിലെ ട്യൂബർകുലോസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പം ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ അല്ലെ, എൻവയോൺമെന്റൽ സാനിറ്റേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് അല്ലെ. നമ്മളിപ്പം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന എൻവയോൺമെന്റൽ സാനിറ്റേഷൻ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ ഈ പറയുന്ന പലതരത്തിലുള്ള എൻവയോൺമെന്റൽ ഇൻസാനിറ്റേഷൻ കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സർവീസിൽ കയറിയാലും ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ആണ് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ. വാട്ടർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്, വേസ്റ്റ് ഡിസ്പോസൽ, സിവേജ് ട്രീറ്റ്മെന്റ്, വെക്ടർ കൺട്രോൾ, പിന്നെ ഫുഡ് മിൽക്ക് സാനിറ്റേഷൻ, ഈ ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ഹൈജീൻ കേട്ടോ, ന്യൂട്രീഷൻ ആൻഡ് ഹൈജീനിൽ നിന്ന് നോക്കിയാൽ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്താണ്, ഡെഫിഷ്യൻസി ഡിസീസ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഷ് വർക്കർ, മെനാസ്മസ് അല്ലെ, പ്രോട്ടീൻ എനർജി, മാൽ ന്യൂട്രീഷൻ, ഇങ്ങനെയുള്ള ഏരിയാസ് നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പേഴ്സണൽ ഹൈജീൻ, ന്യൂട്രീഷണൽ അസസ്മെന്റ്, അതുകൂടാതെ നോക്കിയാൽ ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ അല്ലെ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിനിൽ എമർജൻസി ട്രീറ്റ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡിസബിലിറ്റി റീഹാബിലിറ്റേഷൻ, ബേസിക് ഫാർമക്കോളജിയിൽ നിന്ന് കേട്ടോ, ഇവിടെ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണ്. ഞാൻ പിന്നെയും പറയാണ്, ഈ പറയുന്നതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ കേട്ടോ. പിന്നെ അതുകൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് പ്രൈമറി ഹെൽത്ത് കെയർ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രൈമറി ഹെൽത്ത് കെയർ. അവിടെ നോക്കിയ ഹെൽത്ത് സെന്റർ ഓർഗനൈസേഷൻസ്, അവിടെ നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, പിന്നെ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റെക്കോർഡിംഗ് എന്താണ്, പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ, ഫാമിലി വെൽഫെയർ, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, വളരെ അടുത്ത നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ. അതിൽ നിങ്ങൾ നോക്കിയാൽ ഞാൻ പറയുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 2024 അല്ലേ, ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. ഈ ഏരിയാസ് നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. നോക്കി മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഹെൽത്ത് ഇൻഫർമേഷൻ ടു ദ കമ്മ്യൂണിറ്റി, പിന്നെ ബിഹേവിയറൽ സയൻസ് ഞാൻ പറഞ്ഞല്ലോ, സോഷ്യോളജി, സൈക്കോളജി, അതുകൂടാതെ മാനേജ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് കേട്ടോ, ഈ ഏരിയാസിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ എക്സാമിനേഷന്റെ പാറ്റേൺ എന്താണ് അല്ലെ. PSC എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അല്ലെ. നമുക്കൊരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അല്ലെ, അതായത് ഒരു MCQ അല്ലെ, MCQ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. 100 മാർക്കിനാണ് ടെസ്റ്റ് അല്ലെ, മാക്സിമം മാർക്ക് 100 ആണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് 100 ആണ്. അതായത് ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് മാർക്ക് അല്ലേ. നമുക്ക് നോക്കി റോങ് ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. സോ നെഗറ്റീവ് മാർക്കായിട്ട് 0.33 അല്ലെ, അതായത് 3-ൽ 1 അല്ലെ മാർക്ക് കേട്ടോ, 3-ൽ 1 മാർക്ക് നമ്മൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കുറഞ്ഞു പോകും. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, കാരണം എന്താണ്, നമ്മൾ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ മാർക്കാണ്, നമ്മൾ ഒരെണ്ണം തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞു പോകുന്നില്ല. അപ്പം നെഗറ്റീവ് മാർക്കുള്ള ഒരു എക്സാം ആണ്. പിന്നെ എക്സാമിനേഷൻ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ ആണ് നമ്മുടെ ഈ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ലഭിക്കുന്ന സമയം എന്ന് പറയുക. ഇനി ഞാൻ ഈ ഒരു ഇൻട്രോയിൽ പറഞ്ഞിരുന്നു അല്ലെ, ഇതില് നമ്മൾ സിലബസ് മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നത്, സിലബസ് പറയും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് പറയും, എങ്ങനെ നമ്മുടെ പഠനം കൊണ്ടുപോകണം എന്നുള്ളത് പറയും കേട്ടോ. അതാണ് നമ്മൾ ഇത് നോക്കുക. എങ്ങനെ എല്ലാവരും, നമ്മുടെ എല്ലാ കുട്ടികളും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സാർ ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു കേട്ടോ. മറവി, അതായത് മറവി എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അതായത് പിന്നെ ഒരു കുട്ടിക്ക് മാത്രമല്ല, എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ മറവി എന്ന് പറയുക. അപ്പം ഇത് മറക്കാണ്ട് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുക. നോക്കിയാൽ ഒന്ന് യൂസ് ന്യൂമോണിക്സ് കേട്ടോ, ന്യൂമോണിക്സ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കുക. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ന്യൂമോണിക്സ് വെച്ച് പഠിക്കാം. പിന്നെ മൈൻഡ് മാപ്സ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ച കാര്യം വേറൊരാളെ പഠിപ്പിക്കുകയല്ലേ, നമുക്ക് കൊച്ചു അനിയന്മാരോ അനിയത്തിമാരോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ പ്രാക്ടീസ് ആക്റ്റീവ് റീകോൾ അല്ലെ, പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം തന്നെ ഓർത്ത് എടുക്കുക. പിന്നെ റിവിഷൻ അല്ലെങ്കിൽ റിവൈസ് ഇൻ ഇന്റർവെൽസ് കേട്ടോ, സ്പേസ്ഡ് റെപ്പറ്റേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. ഞാനിപ്പോൾ അത് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ പറയുന്ന റിവിഷൻ ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. പിന്നെ ഹൈലൈറ്റ് ആൻഡ് കളർ കോഡ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട്സ് എഴുതി ഉണ്ടാക്കി അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ട് നിങ്ങൾ എഴുതുക. സോ ദാറ്റ് നമുക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും, വളരെയധികം പ്രയോജനപ്പെടും. ഇനി നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാണ്. നോക്കിയാൽ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ
ഈ സിലബസ്, അതായത് നമ്മൾ 10 മൊഡ്യൂൾ പറഞ്ഞു, 10 മൊഡ്യൂളിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, നിങ്ങൾ 2 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി നമ്മൾ പഠിച്ചു പോവുക. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സസ്, വളരെ ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതുപോലെ ഒന്നും അല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പോയിന്റ് വൈസ് ആണ് നമ്മൾ പഠിച്ചു പോവുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ ഉണ്ടാകും. ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ PPT നോട്ട്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും. പിന്നെ നോക്കിയാൽ ഇപ്പൊ നോക്കിയാൽ 1 മണിക്കൂർ ഉള്ള ഒരു ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ 30 മുതൽ, അതായത് ഓരോ ടോപ്പിക്കിന്റെയും കാഠിന്യം അനുസരിച്ചിട്ട്, ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് അതിന്റെ MCQs കേട്ടോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആകും. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് അത് പഠിക്കാം. അതുകൂടാതെ ഷോർട്ട് ഷോർട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഒരു നോട്ടാണ് ഈ പറഞ്ഞ ഷോർട്ട് ഷോർട്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആകും. അതുകൂടാതെ MCQ ഇൻ പ്രാക്ടീസ് മോഡ്, നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന പോലെ, എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് MCQs അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുക. ഇനി ലാസ്റ്റിൽ ഞാൻ പറയാം കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ പറയേണ്ട കാര്യമാണ്, പക്ഷെ ഞാൻ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി, നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ പുതിയ ആൾക്കാരാണ്, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി എന്ന് പറയുക? അതായത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ്, നമ്മുടെ നഴ്സസ്, ഫാർമസിസ്റ്റ്, MLT പ്രൊഫഷണൽസ്, പാരാമെഡിക്കൽ പ്രൊഫഷണൽസിനൊക്കെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഗൈഡൻസ് കൂടാതെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി എന്ന് പറയുക. നമ്മൾ ഒരു ഒറ്റ വർഷം കേട്ടോ, ഒറ്റ വർഷത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നോക്കി, ഒറ്റ വർഷത്തിൽ തന്നെ നിയർലി ഒരു 12ഓളം ഫസ്റ്റ് റാങ്ക് കേട്ടോ, 12ഓളം ഫസ്റ്റ് റാങ്ക്, അതുകൂടാതെ 1000-ലധികം കേട്ടോ, 1000-ലധികം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പൊ അത്രയും ഒരു ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി എന്ന് പറയുക. സോ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കാം കേട്ടോ, എവിടെ ചേർന്ന് പഠിക്കണം എന്നുള്ളത്. ഇനി നിങ്ങൾ ഒരിടത്തും ചേർന്നില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക, നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫ്രം മൈ സൈഡ്. ഓക്കെ.